ഹലോ അമ്മേ, എന്താ ഇപ്പം ഇത്രയും രാവിലെ? ദിവ്യ കിച്ചണിൽ നിന്ന് ഓടി വന്നാണ് ഫോൺ എടുത്ത്. അവിടെ അമ്മയായിരുന്നു ഫോണിൽ. ദിവ്യ മോളെ, നീ എവിടെയായിരുന്നു? കുറേ നേരമായാലും റിങ്ങിയിരുന്നു. പതിയെ പോലെ തന്നെ എല്ലാ വർഷത്തെയും പോലെ നീ ഇന്ന് കരഞ്ഞിരിക്കാവുന്ന ഞാൻ കരുതിയത്. പക്ഷേ മോളെ, എനിക്ക് അത്ഭുതം തോന്നുക, നീ ഇന്ന് ഒരുപാട് സന്തോഷത്തില്ല. നിന്നെ ആശ്വസിപ്പിക്കാൻ വിളിച്ചതായിരുന്നു അമ്മ. എന്നാലിപ്പോ എന്താ മോളെ നിനക്ക് ഇത്രയും സന്തോഷം? അരുണ് നിന്നെ വിളിച്ചോ? ഏയ്, എവിടുന്ന്? ഇല്ലമ്മേ. പിന്നെ ഈ ദിവസം നീ എങ്ങനെ ഇത്രയും സന്തോഷത്തോടെ? അപ്പം എന്തോ കാര്യമുണ്ട്. അമ്മയെ ടെൻഷനാക്കാതെ മോള് കാര്യം പറ. എൻ്റെ അമ്മക്കുട്ടി, എനിക്ക് ജീവിതത്തിൽ ഇതുവരെ തോന്നാത്തൊരു സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. അത് സത്യ. ഇന്ന് മാർച്ച് 30. എൻ്റെ ജീവിതത്തിൽ കറുത്ത നിഴൽ പോലെ സങ്കടങ്ങളും കണ്ണുനീരും കൂട്ടായി വന്നിട്ട് ഇന്നേക്ക് 13 വർഷം തികയുന്നു. എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സങ്കടം, വേദന എല്ലാം എനിക്കിന്നൊരു വിഷയമേ അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണം ഇതുവരെ ഇത്രയും കാലം അരുണേട്ടൻ്റെ കൂടെ വന്നിട്ട് അയാൾ എൻ്റെ സ്വന്തമാണെന്നും എനിക്കല്ലാതെ മറ്റാർക്ക് അയാളുടെ മനസ്സും ശരീരവും കൊടുക്കില്ലെന്നും അടിയുറച്ച് വിശ്വസിച്ചിരുന്നവളായിരുന്നു ഞാൻ. അമ്മേ, സത്യത്തിൽ ഞാൻ എത്ര പൊട്ടിപ്പെണ്ണായിരുന്നു അല്ലേ? ഒരുപക്ഷെ എനിക്ക് അരുണേട്ടൻ്റെ അവിഹിത ബന്ധം ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ ഡിവോഴ്സ് വാങ്ങി സ്വന്തം ജീവിതം സേഫാക്കായിരുന്നു. എന്നിട്ടൊന്നും ഞാൻ അതിന് തുനിഞ്ഞില്ല. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാം സഹിച്ച് ജീവിച്ച് അയാൾ എന്നെ എന്തെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും സ്നേഹിക്കുമായിരിക്കും എന്ന് കരുതിയിട്ടായിരുന്നു. പലതവണയായി അരുണേട്ടൻ്റെ ഫോണിലെ മെസ്സേജുകളായും കോളുകളായും ഞാൻ ആ തേവിടിശിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. അന്നേക്ക് അത് ചോദ്യം ചെയ്ത് അരുണേട്ടൻ എന്നെ ഒരുപാട് തല്ലി. മറ്റുള്ളവർക്ക് മുമ്പിൽ എന്നെ മാനസിക രോഗിയാണെന്ന് വരെ ചിത്രീകരിച്ചു. അന്നും ഇന്നും എന്നിലെ സ്ത്രീയായി അയാൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തരേണ്ട എല്ലാ സന്തോഷങ്ങളും ചീത്ത പറച്ചിലും തല്ലിലും അയാൾ തീർത്തു. അരുണേട്ടൻ സന്തോഷം തേടി ആ മാനം വിറ്റ് ജീവിക്കുന്നവരുടെ അടുത്തേക്ക് പോയത് എനിക്കെൻ്റെ ജീവിതം നിഷേധിച്ചുകൊണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞുപോയ നല്ല പ്രായം തിരിച്ചുതരാൻ ഇനി അരുണേട്ടനെ കൊണ്ടാവുമോ? ആവില്ലല്ലോ. അന്ന് കല്യാണത്തിന് എൻ്റെ കൂട്ടുകാരികളും നമ്മുടെ കുടുംബക്കാരും പലരും എന്നോട് ചോദിച്ചിരുന്നു, നീ എന്തുകൊണ്ടിട്ട് അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതെന്ന്. ഇവൻ നിനക്കൊട്ടും ചേരാത്തവനല്ലേ, നിനക്ക് എന്ത് പറ്റി ദിവ്യെന്ന്. അപ്പോഴെല്ലാം ഞാൻ തമാശയായിട്ടാണെങ്കിലും അവരോടൊക്കെ പറഞ്ഞ് വേറൊന്നില്ലെങ്കിൽ ഏട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നായിരുന്നു. അവിടെ എനിക്ക് തെറ്റിയതും. അരുണേട്ടൻ മറ്റു സ്ത്രീകളുടെ പുറകെ പോയതും സൗന്ദര്യം നോക്കിയായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ എനിക്ക് വയറു തൂങ്ങി. ഞാൻ നന്നായി തടിച്ചു. ഭംഗിയില്ല എന്നൊക്കെ ഒരുപാട് കാരണങ്ങൾ എനിക്ക് മുമ്പിൽ അയാൾ നിരത്തിക്കൊണ്ടിരുന്നു. അയാളുടെ വൃത്തിയിട്ട മനസ്സ് എന്നെ അയാൾക്ക് മുമ്പിൽ അടിച്ചമർത്തുകയായിരുന്നു. എല്ലാം സഹിച്ച് ജീവിച്ചിരുന്ന എനിക്ക് വല്ലപ്പോഴും ഒരു ആശ്വാസവാക്കായി പോലും അയാൾ അടുത്തു വന്നിരുന്നില്ല. ഒപ്പം അയാളുടെ വീട്ടുകാരുടെ ദ്രോഹവും എല്ലാം ഞാൻ സഹിച്ചെന്തെങ്കിലും അരുണേട്ടൻ എന്നെ ചേർത്ത് പിടിക്കും. അവർക്ക് മുമ്പിൽ ഇതെൻ്റെ ഭാര്യയാണെന്ന് പറയുന്നൊക്കെ കരുതിയായിരുന്നു. എന്നോട് സംസാരിക്കാതെ ഒരു വീടിനുള്ളിൽ ഒരേ മുറിക്കുള്ളിൽ ദിവസങ്ങളോളം, പിന്നെ അത് മാസങ്ങളായി. നീണ്ടു നിന്നത് ഇന്നും എന്നിൽ മായാത്ത മുറിവായിട്ട് കിടപ്പുണ്ട്. എന്നിലൊരു പ്രതികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ആ മുറിവ്. മതി മോളെ, നിർത്ത്. നിന്നെ പറ്റ അമ്മയാണ് ഞാൻ. എൻ്റെ കുട്ടിയുടെ വേദനകളെല്ലാം നന്നായിട്ട് അറിഞ്ഞിരുന്ന അമ്മ. ഇനി എൻ്റെ മോളിതെല്ലാം പറഞ്ഞ് വേദനിക്കരുത്. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. അതെല്ലാം മറന്ന് എൻ്റെ മോള് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം, അഭിമാനത്തോടെ ജീവിക്കണം. ജീവിക്കാമേ, ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാത്രമേ ഇനി ജീവിക്കുകയുള്ളൂ. എൻ്റെ ജീവിതം എന്നോ അവസാനിച്ചതാണ്. മക്കളെ ഓർത്ത് മാത്രം ജീവിച്ചിപ്പോൾ ശീലമായി. അതുകൊണ്ട് തന്നെ ഒരാണിൻ്റെ തുണ ഇനി അങ്ങോട്ട് എനിക്ക് ആവശ്യമില്ല. പിന്നെ അരുണേട്ടൻ, അയാൾക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ അച്ഛൻ എന്നൊരു സ്ഥാനം മാത്രമേ ഇനി അങ്ങോട്ടുള്ളൂ. അത് അയാളുള്ള എൻ്റെ ദയ മാത്രമായിരിക്കും. ഇത്രയും കാലം അയാൾ മാറ്റം ഉണ്ടാവും. എന്നെ ഭാര്യയെ സ്നേഹിക്കുന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചുള്ളായിരുന്നു ഞാൻ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എന്നെ ഒന്ന് ഫോൺ വിളിച്ചു പോലും വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാത്ത അയാളിൽ നിന്ന് ആദ്യമായിട്ട് ഞാനത് പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കാരണം ഭാര്യയെ ചതിക്കുന്ന ഏതൊരുത്തിനും സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനെങ്കിലും സ്നേഹം അഭിനയിക്കും. ആ ഭാര്യയ്ക്ക് അങ്ങനെയെങ്കിലും ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും കിട്ടുന്നുണ്ടാവും. എന്നാൽ എനിക്കിതൊരു അഭിനയമായിട്ട് പോലും അയാളിൽ നിന്ന് സ്നേഹം അറിയാൻ കഴിഞ്ഞിട്ടില്ല. കൺമുമ്പിൽ വരുമ്പോഴെല്ലാം ഭാര്യയെ വെറുപ്പോടെ കാണുന്ന ഒരു ഭർത്താവിൻ്റെ രൂപം മാത്രമേ എനിക്ക് മുമ്പിലുള്ളൂ. എനിക്ക് ദൈവം കാണിച്ചെന്ന തെളിവായിരുന്നു അയാളുടെ വായിൽ നിന്ന് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്ന വേശ്യയായ അയാളുടെ കാമയെക്കുറിച്ചുള്ള വർണ്ണനകൾ. ഇത്രയും കാലമായിട്ട് അയാൾക്ക് അവളിൽ നിന്ന് എന്നിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു സത്യം. അയാളുടെ മനസ്സിൽ ഞാനൊരു പൊടിയായി പോലും ഇല്ലെന്നുള്ള വ്യക്തമായ തെളിവല്ലേ അത്? പോരാത്തിന് അയാളില്ലെന്ന് തീർത്തു പറയുന്ന ഈ അവിഹിതം ഉണ്ടായിരുന്നു എന്ന് അയാളുടെ ആത്മസുഹൃത്തുക്കളിൽ നിന്ന് യാദൃശ്ചികമായിട്ട് കേൾക്കാൻ ഇടവന്നു ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ്. ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു അയാൾക്ക് എന്നിലേക്ക് തിരിച്ചു വരാൻ. എന്നാൽ അപ്പോഴെല്ലാം അയാളുടെ കാമുകിയെക്കുറിച്ച് വർണ്ണിക്കായിരുന്നു എന്നോട്. ഒരിക്കൽ പോലും ഭാര്യയെ നെഞ്ചോട് ചേർത്തിട്ടില്ല അയാൾ. എന്നിൽ എന്തെങ്കിലും സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാനോ പറയാനോ അയാൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തിനാറ് പറയുന്നു? എൻ്റെ മുഖത്ത് മറുക പോലും അറിയില്ല അയാൾക്ക്. ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ നെറ്റിലൊരു ഉമ്മ വന്നിട്ട് പോലും എൻ്റെ മനസ്സിൽ കയറി പറ്റാൻ കഴിയാത്ത അയാൾ ഇന്നെനിക്ക് മുമ്പിൽ വെറും ശൂന്യത മാത്രമാണ്. 13 വർഷമായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ച എനിക്ക് ഇനി അയാളുടെ ആവശ്യമുണ്ടോ അമ്മേ? അതൊക്കെ പോട്ടെ, ഇന്നത്തെ എൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം നമുക്ക് അറിയണ്ടേ?
എന്ന് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു. ലാസ്റ്റ് അയാളുമായിട്ട് എടുത്തിരുന്നൊരു ഫോട്ടോ. അപ്പോൾ അയാളിതുവരെ കാണാതിരുന്ന എൻ്റെ ചില ഫ്രണ്ട്സ് ചോദിച്ചു, അയ്യേ ഇതാരാന്ന്? ഇയാളാണോ നിൻ്റെ ഹസ്ബൻഡ് എന്ന്. കാരണം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളിൽ വന്ന മാറ്റം അത്രയ്ക്കുണ്ടായിരുന്നു. ഇപ്പം ഞാനും മാറി. ജീവിക്കണം എന്നുള്ള വാശി എന്നിൽ ഉത്സാഹമായി ഉണർന്നപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. കണ്ണുനീരൊഴുകിയിരുന്ന എൻ്റെ കണ്ണുകളിൽ നിന്ന് വിജയത്തിൻ്റെ പൊൻവെളിച്ചം നിറഞ്ഞ് കത്തുകയാണ്. മറുവശത്ത് അയാൾ എനിക്ക് ചേരാത്തവനാണെന്ന് സൗന്ദര്യം കൊണ്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എന്നെ ഇതുവരെ പുച്ഛിച്ചിരിക്കുന്ന അയാൾക്ക് മുമ്പിൽ എൻ്റെ കണ്ണുനീരല്ല, മറിച്ച് എല്ലാം കൊണ്ടും അയാളെക്കാൾ എത്രയോ മുകളിൽ തന്നെയാണ് ഇന്നും ഞാനെന്നുള്ള ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സൗന്ദര്യത്തിൻ്റെ പേരിലാണെങ്കിലും ഇനി അയാൾക്ക് ജയിക്കാനാവില്ല. ഇപ്പോൾ ദൈവം സൗന്ദര്യമുള്ളവരെ കൺമുമ്പിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും അയാൾക്ക്. എനിക്ക് പണ്ടേ അയാളുടെ ഭംഗിയായിരുന്നല്ലോ ഇഷ്ടം, വേറൊന്നും അയാൾക്കുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ആ ഭംഗി പോലും അയാളിൽ ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഒറ്റയ്ക്ക് ഫോട്ടോ ഇടാനാണ് ഇപ്പോൾ താല്പര്യം. അമ്മ പേടിക്കണ്ട, ഞാൻ വഴിതെറ്റി പോകത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെയായിരുന്നെങ്കിൽ 13 വർഷം ഇങ്ങനെ ജീവിക്കുമായിരുന്നില്ല. അത്രയും ചിന്തിച്ചാൽ മതി.